ഹലോ, അടുത്ത സ്പെഷ്യൽ കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഇതെന്താണെന്നറിയാമോ? ഇവിടെ ഇതിനെ കോർഗേറ്റ് അല്ലെങ്കിൽ സുക്കിനി എന്നൊക്കെ പറയും കേട്ടോ. ഇത് വെച്ചിട്ട് ഇന്ന് ഞാനൊരു പച്ചടി ഉണ്ടാക്കാൻ പോവാണേ. നല്ല ടേസ്റ്റാണ്. നമ്മൾ നോർമൽ പച്ചടി ഉണ്ടാക്കുന്ന വെള്ളരിക്ക പച്ചടിയില്ലേ, അതുണ്ടാക്കുന്ന പോലെ തന്നെയാണ് റെസിപ്പി. പക്ഷേ ഫസ്റ്റ് ടൈം ആട്ടോ ഉണ്ടാക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു. ഇത് ഫുള്ള് അരിഞ്ഞ് ചെറിയ ചെറിയ കഷ്ണമാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടിയിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് തൈര്. പിന്നെ ഇതിൻ്റെ നടുക്ക് ചെറിയൊരു തരി പോലെ ഉണ്ട് കേട്ടോ. അത് ഞാനത് റിമൂവ് ചെയ്ത് തോലും മാറ്റിയിട്ടാണ് ഇതിന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പാൻ എടുത്തിട്ട് അതിലാവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് വേവിച്ചെടുക്കണമല്ലോ. അപ്പോൾ ഞാൻ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ കോർഗേറ്റും കൂടെ ഇട്ടിട്ട് 2 പച്ചമുളകും കൂടെ ഇടുന്നുണ്ട്. ഒരെണ്ണം ഞാനിപ്പോൾ വേവിക്കുമ്പോൾ ഇടുന്നുണ്ട്, ഒരെണ്ണം ഞാൻ അരപ്പ് തയ്യാറാക്കുമ്പോൾ അതിനകത്ത് ഇടുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് ഇത് നന്നായിട്ട് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ്. ഞാൻ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഞാനിതിനെ അടച്ച് വെച്ചിട്ടാട്ടോ വേവിക്കുന്നത്. നമ്മുടെ വെള്ളരിക്ക വേകും പോലെ തന്നെ കേട്ടോ ഇത്. അതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് തേങ്ങ, 2 ചെറിയ വെളുത്തുള്ളി, 1 പച്ചമുളക്, പിന്നെ കുറച്ച് ജീരകം, ഇത്രയും കൂടെ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. പറ്റുന്ന പോലെ നല്ല രീതിയിൽ അരച്ചെടുക്കണം. ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ കോർഗറ്റ് എല്ലാം വേണ്ടിയിട്ടുണ്ട്. കണ്ടേ, ഇപ്പോൾ ആ പച്ച ആ ഒരു കളർ പോയിട്ട് വേറൊരു കുറച്ച് വിസിബിലിറ്റി വന്നില്ലേ. ഇനി അതിൻ്റെ അകത്തോട്ട് നമ്മുടെ അരപ്പ് ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് ഇതിന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ടേ. പിന്നെ ഉപ്പില്ല, ഞാനിടയ്ക്ക് നോക്കിയപ്പം ആവശ്യത്തിന് ഉപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഉപ്പ് ചേർക്കുന്നില്ല. പിന്നെ നമ്മൾ ചെറിയ തേങ്ങയ്ക്ക് ചെറിയ തിള വേണ്ട എങ്കിലും എൻ്റെ തിളച്ചു അപ്പോഴത്തേക്കാണ് ഞാൻ തൈര് ചേർക്കുന്നത്. ഞാനിവിടെ ഒരു 4-5 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട് കേട്ടോ. തൈര് ഒഴിച്ചപ്പോഴത്തേക്കും ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഈ പരുവത്തിലാവുമല്ലോ. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ വറവൽ ചേർക്കാൻ പോകാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നോർമലായിട്ട് നമ്മൾ ചെറിയ ഉള്ളി, പിന്നെ എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലായിരുന്നു, അതുകൊണ്ട് മറ്റേ പച്ചമുളകല്ലല്ലോ വറ്റൽമുളക് ഇട്ടിട്ട് ഞാൻ ചെറിയൊരു വറവലുണ്ടാക്കി അതും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചോറും മീൻകറിയും അല്ലെങ്കിൽ ചിക്കൻ കറിയും ഈ കറിയും നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഓക്കെ, ബൈ.